സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കാനിരിക്കെ നടനായി പോലീസിന്റെ അന്വേഷണം വ്യാപകമാക്കിയിട്ടുണ്ട്. ഞായറാഴ്ച കൊച്ചിയിലെ വീട്ടിൽ പ്രത്യേക സംഘം പരിശോധന നടത്തി. മകന്റെ 2 സുഹൃത്തുക്കൾ നദീർ, പോൾ എന്നിവരെ വിളിച്ചുവരുത്തി മൊഴിയെടുത്തതിനു ശേഷം പോലീസ് വിട്ടയച്ചു. തിയോഫിൻ ഇപ്പോൾ കൊച്ചിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. തിയോഫിൻ, നേരത്തെ തന്നെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. പോലീസിന്റെ ഭാഗത്ത് ഊർജിതമായ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. തുടർ ചോദ്യം ചെയ്യലുകൾ അല്ലെങ്കിൽ മൊഴിയെടുക്കലുകൾ ഒക്കെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്നുണ്ടോ? പോലീസ് പറയുന്ന കൂടുതൽ കാര്യങ്ങൾ എങ്ങനെ? പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ സിദ്ദിഖിനെ വളരെ വേഗം തന്നെ അറസ്റ്റ് ചെയ്യാനുള്ളൊരു നീക്കത്തിലാണ് പോലീസ്. ഇതിനായുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ ജാമ്യ ഹർജി പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ അറസ്റ്റ് ചെയ്യാനുള്ളൊരു ശ്രമം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് കഴിഞ്ഞ ദിവസം ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയതും അതോടൊപ്പം തന്നെ സിദ്ദിഖിൻ്റെ മകൻ്റെ സുഹൃത്തുക്കളെ വിളിച്ച് ചോദ്യം ചെയ്തതും ഇവരോട് എപ്പോൾ ആവശ്യപ്പെട്ടാലും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം, അതായത് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണമെന്ന ഒരു നിബന്ധനയോടുകൂടി ഇവരെ വിട്ടയക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിനൊരു കാരണം കൂടിയുണ്ട്. കാരണം സിദ്ദിഖ് ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ഉടനെ തന്നെ സിദ്ദിഖ് മുങ്ങിയത് തൻ്റെ 2 ഫോണുകളും സ്വിച്ച് ഓഫ് ചെയ്തുകൊണ്ടാണ്. അങ്ങനെയെങ്കിൽ ഇത്രയും ദിവസം സിദ്ദിഖിന് തുടർച്ചയായി ഒളിവിൽ കഴിയണമെങ്കിൽ മറ്റാരെങ്കിലുമായി ബന്ധപ്പെടാൻ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാകും. അങ്ങനെയെങ്കിൽ സിദ്ദിഖിന് മറ്റുള്ളവരെ കോൺടാക്ട് ചെയ്യുന്നതിനായി അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതിനായി മറ്റ് സിം കാർഡുകൾ, വേറെ ഏതെങ്കിലും നമ്പറിലുള്ള പുതിയ സിം കാർഡുകൾ ആരെങ്കിലും എടുത്തു നൽകിയിട്ടുണ്ടാകാം എന്നതാണ് പോലീസ് സംശയിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു അന്വേഷണം ആദ്യം നടത്തിയത്. പുറത്തേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ടി, രാജ്യം വിട്ട് പോകാതിരിക്കുന്നതിന് വേണ്ടി നേരത്തെ തന്നെ ഒരു ലുക്കൌട്ട് സർക്കുലർ ഇറക്കിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായാലും പുറത്തേക്ക് വിമാനത്താവളം വഴി പുറത്തേക്ക് കടക്കാനുള്ള ഒരു സാധ്യതയില്ല. എങ്കിൽ നാട്ടിൽ തന്നെ ഒളിവിൽ കഴിഞ്ഞിട്ടുണ്ടാകും. അത് കൊച്ചിയിലായിരിക്കാം എന്ന നിഗമനം പോലീസിനുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു വ്യാപകമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് തന്നെ. പഴുതടച്ചുള്ള ഈ അന്വേഷണത്തിൽ സിദ്ദിഖിൻ്റെ സുഹൃത്തുക്കളുടെ വീടുകളും സിദ്ദിഖിൻ്റെ വീടും പോലീസിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു. ഇതിനിടയിൽ ഈ സിദ്ദിഖിന് മറ്റ് സിം കാർഡുകളോ മറ്റ് സൗകര്യങ്ങളോ എടുത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് സിദ്ദിഖിൻ്റെ സുഹൃത്തുക്കളാകാനുള്ള സാധ്യത കുറവാണ്. കാരണം സിദ്ദിഖിൻ്റെ സുഹൃത്തുക്കൾ പലരും നിരീക്ഷണത്തിലായതുകൊണ്ട് തന്നെ അങ്ങനെയാണ് മകൻ്റെ സുഹൃത്തുക്കളെ അന്വേഷിക്കാൻ തുടങ്ങിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് പറയുന്ന, അന്വേഷണ സംഘം പറയുന്നത് മകൻ്റെ സുഹൃത്തുക്കൾ സിദ്ദിഖിന് സിം കാർഡുകളും ഡോങ്കിളും എടുത്ത് നൽകിയിട്ടുണ്ട് എന്ന ഒരു സംശയമാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ ചോദ്യം ചെയ്യാനായി വിളിച്ചതും. ഇതിനിടെ തൻ്റെ സുഹൃത്തുക്കളെ പോലീസ് ഭീഷണിപ്പെടുത്തുന്നതെന്ന് ആരോപിച്ച് സിദ്ദിഖിൻ്റെ മകൻ ഷാഹീനും രംഗത്തെത്തിയിരുന്നു. ഇന്നലെ തന്നെ സിദ്ദിഖിൻ്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു. സിദ്ദിഖിൻ്റെ മകനെയും ചോദ്യം ചെയ്തു. സിദ്ദിഖിൻ്റെ മകൻ ഈ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി ഡൽഹിയിലാണ്. ഡൽഹിയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ സിദ്ദിഖിൻ്റെ മകൻ ഷഹീനെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് സുഹൃത്തുക്കളെ കൂടി വിളിച്ചു വരുത്തി അവരുടെ മൊഴി രേഖപ്പെടുത്തിയത്. എന്തായാലും എപ്പോൾ ആവശ്യപ്പെട്ടാലും ഹാജരാകണമെന്ന ആ ഒരു നിബന്ധനയോടുകൂടി ഈ സിദ്ദിഖിൻ്റെ മകൻ്റെ സുഹൃത്തുക്കളെ വിട്ടയച്ചു, നദീനെയും പോളിനെയും. എന്തായാലും വ്യാപകമായി തന്നെ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും കാരണവശാൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി തള്ളിയാൽ വളരെ വേഗം തന്നെ അറസ്റ്റിലേക്ക് നീങ്ങാനുള്ളൊരു തീരുമാനത്തിലാണ് അന്വേഷണ സംഘം. ഇതോടൊപ്പം സിദ്ദിഖ് മറ്റൊരു ശ്രമം കൂടി നടത്തുന്നുണ്ട്. ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ കീഴടങ്ങാനുള്ളൊരു നീക്കമുണ്ട്. അത് മിക്കവാറും അത് കൊച്ചിയിലായിരിക്കില്ല, തിരുവനന്തപുരത്താവാനുള്ളൊരു സാധ്യതയുമുണ്ട്. കാരണം ഈ കേസ് നിലവിൽ തിരുവനന്തപുരത്താണുള്ളത്. സിദ്ദിഖിനെതിരെയുള്ള കേസ് മ്യൂസിയം പോലീസ് എടുത്ത കേസാണ്. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങൾ തിരുവനന്തപുരത്തുള്ള ഈ SITയുടെ തിരുവനന്തപുരം വിങ്ങാണ്. അങ്ങനെയെങ്കിൽ തിരുവനന്തപുരത്തുള്ള പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ കീഴടങ്ങാനുള്ള ഒരു സാധ്യതയാണ് കൂടുതൽ. കാരണം കൊച്ചിയിൽ കീഴടങ്ങിയാൽ ഇവിടെ കീഴടങ്ങുന്നതും ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകേണ്ടി വരും. ഇതെല്ലാം വലിയ വാർത്തയായി മാറും. അങ്ങനെയെങ്കിൽ അത്തരത്തിലുള്ളൊരു മാധ്യമ ശ്രദ്ധ ഒഴിവാക്കാനുള്ളൊരു നീക്കവും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കവിയ. ശരി, തിയോഫിനാണ് കൊച്ചിയിൽ നിന്നും വിശദമായ വിവരങ്ങൾ നൽകിയത്.